കൊത്തു പൊറോട്ട ഉണ്ടാക്കിയാലോ? ഇന്നിവിടെ പൊറോട്ടയും ബീഫും ആയിരുന്നേ. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 പൊറോട്ട ഇരിക്കുന്നുണ്ടപ്പോ ഒരു കൊതി നല്ല കൊത്തു പൊറോട്ട കഴിക്കാൻ. ചില രുചികള് മണങ്ങള് അതിനൊക്കെ നമ്മുടെ ചില മെമ്മറീസുമായിട്ട് ജീവിതത്തിലെ ചില സാഹചര്യങ്ങളുമായിട്ട് ബന്ധം കാണത്തില്ല. എനിക്ക് കൊത്തു പൊറോട്ടയുടെ രുചിയും ലുക്കും ഒക്കെ കാണുമ്പോൾ എന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷയാണ് ഓർമ്മ വരുന്നത്. എക്സാമിന്റെ തലേന്ന് ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ ഞാനും എന്റെ റൂംമേറ്റും കൂടി ഇരുന്ന് കൊത്തു പൊറോട്ട ഓർഡർ ചെയ്യും. എക്സാമിന്റെ സ്ട്രെസ്സിൽ ഒരിക്കൽ പോലും അതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇന്നൊരു കൊതി അതൊന്ന് ആസ്വദിച്ച് മര്യാദയ്ക്ക് കഴിക്കണം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ 3 പൊറോട്ടയെ നമ്മൾ പിച്ചി കീറി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 മുട്ട, നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും മുട്ടയും കൂടെ ആഡ് ചെയ്യാം. അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫും കൂടി ആഡ് ചെയ്ത് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന പൊറോട്ടയും കൂടെ ആഡ് ചെയ്യാം. ടെൻഷൻ വരുമ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പലരുടെയും കയ്യിൽ പല കോപ്പിംഗ് മെക്കാനിസംസ് കാണും. എനിക്കത് ഫുഡാണ്. ഇനി ആ പഴയ ഭാരപ്പെട്ട മെമ്മറീസിനെയൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് നല്ല ചൂടുള്ളൊരു കോഫിയും കൂട്ടി ഇതങ്ങോട്ട് കഴിക്കുക. വന്ന് ഒന്ന് യൂട്യൂബിൽ നിന്ന് നോക്കി ഒരു റെസിപ്പി എടുക്കാൻ പോലും മടിയാണ്. ഇതൊക്കെ അതുകൊണ്ട് എൻ്റെ സ്വന്തം കലാവിരുദ്ധകളാണ്. പക്ഷേ ഈ സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.